ഹലോ! ഇന്ന് നമ്മൾ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡാണ് നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഭാരതീയ ന്യായ സംഹിത, അതുപോലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അങ്ങനെ കുറേ ആക്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വേറെ BNSSൻ്റെ പോലെയുള്ള ഒരു ലോ ആണ് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. നമ്മളെ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള പറയുന്ന കാര്യങ്ങളാണ് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നത്. ഇതിലെന്താണ്, നമ്മൾ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, അത് കോടതിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഈ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ നിയമങ്ങൾ വേണം, അത് ഇങ്ങനെയാണ് ഇനാക്ട് ചെയ്യേണ്ടത്, ഇന്ന രീതിയിലാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊക്കെ പറയണത് ഈ 1859 ദ ഫസ്റ്റ് ലോ കമ്മീഷൻ നമുക്ക് വരുന്നത് 1859 അങ്ങനെ TB മക്വാളയുടെ നേതൃത്വത്തിലാണ് CPC എന്നൊരു കൺസെപ്റ്റ് ആദ്യം വരുന്നത്. അങ്ങനെ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ആദ്യം അതിൽ പറഞ്ഞു വെച്ചിരുന്നു. പിന്നെ ഈ ഒരു പ്രൊസീജിയേഴ്സിനൊക്കെ എന്തൊക്കെയോ തെറ്റുകളുണ്ട്, അതുപോലെ ഈ പ്രൊസീജിയേഴ്സ് ഒന്നും ശരിയല്ല തോന്നിയിട്ട് ഇവർ 1877 ഈ ഒരു CPCനെ വീണ്ടും അമെൻഡ് ചെയ്യാണ്. അങ്ങനെ പ്രൊസീജിയറൽ ചേഞ്ചസ് ഒക്കെ ഇതിന് വരുത്തിയിട്ട് ഇതിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിട്ട് 1882 ഇതിനെ വീണ്ടും അമെൻഡ് ചെയ്യും. അങ്ങനെ ഇവർ വീണ്ടും ഇതിൽ ഓരോ ചേഞ്ചസ് വരുത്തി, ഇങ്ങനെയല്ല ഇങ്ങനത്തെ മാറ്റങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടാണ് 1908 1908 ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ CPC എന്ന കറൻറ്റ് CPC 1908 വന്നത്. 1859 ഫസ്റ്റ് ലോ കമ്മീഷനാണ് ഇത് രൂപീകരിച്ചത്. പിന്നെ അതിലെ അമെൻമെൻറ്റും കുറേ റീപ്ലേസ്മെൻറ്റ്സും ഒക്കെ വന്നിട്ട് 1908 ഈ CPC ഇന്നത്തെ രീതിയിലുള്ള CPC എല്ലാ മോഡിഫിക്കേഷൻസൊക്കെ വന്ന് ഉള്ളത്. ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലോ ഇൻ ഇന്ത്യ ദാറ്റ് ഗൈഡ്സ് ഹൗ സിവിൽ കോഡ്സ് വർക്ക്. ഇറ്റ് വാസ് ഇനാക്റ്റഡ് ഓൺ March 21, 1908 ആൻഡ് സ്റ്റാർട്ടഡ് ഓൺ January 1, 1909. ഈ സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ലോയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ഇതിലെന്താണ്, സിവിൽ കോഡ്സിൻ്റെ വർക്ക് എങ്ങനെയൊക്കെയാണ്, നമ്മളൊരു ലോ പഠിക്കുമ്പോൾ നമുക്കറിയാലോ, സിവിൽ കോഡ്സും ഉണ്ട്, ക്രിമിനൽ കോഡ്സും ഉണ്ട്. അപ്പോൾ ഈ സിവിൽ കോഡ്സിൻ്റെ ലോ എങ്ങനെയൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് വർക്ക് നടക്കുന്നത്, അതിൻ്റെ ഗൈഡൻസ്, ആ ലോ നടക്കാനുള്ള ഗൈഡൻസ് ഒക്കെയാണ് ഈ ഒരു കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നത്. ഇത് ഇനാക്ട് ചെയ്യണത് March 21, 1908 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രൊസീജിയറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് January 1, 1909 നമ്മൾ പറഞ്ഞു ഈ CPCയുടെ ആദ്യം ഇതിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന്. നമ്മുടെ ഇപ്പോഴത്തെ CPC 1908 CPC ആണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഈ CPCയിൽ 12 പാർട്സ് ഉണ്ട്. ഇതിനെ 12 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 158 സെക്ഷൻസും, പിന്നെ ഇത് ഒറിജിൻ ചെയ്യുമ്പോൾ 5 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2, 3, 4, 5 ബാക്കിയുള്ളതൊക്കെ റിപ്പീൽ ചെയ്തു. ദ ആർബിട്രേഷൻ ആക്ട് 1940, അതുപോലെ CPC അമെൻമെൻറ്റ് ആക്ട് ഒക്കെ പ്രകാരം ബാക്കി എല്ലാ ഷെഡ്യൂൾസും റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് CPCയിൽ ഫസ്റ്റ് ഷെഡ്യൂൾ മാത്രമേ ഉള്ളൂ. ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ 51 ഓർഡേഴ്സും അതിൻ്റെ റൂൾസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് CPCയിൽ 12 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ 158 സെക്ഷൻസും ഫസ്റ്റ് ഷെഡ്യൂളുണ്ട്. ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ 51 ഓർഡേഴ്സ് ആൻഡ് ഇറ്റ്സ് റൂൾസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലെ ഓരോ പാർട്ടായിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് പറയാം. ഇതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് CPC, അതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അതിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ പറയാം.